കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ നിന്ന് തുടങ്ങിയ യാത്ര. ഡബിൾ ഡക്കർ ബസ്സിൽ യാത്രക്കാരായി പ്രിയദർശനും മണിയൻപിള്ള രാജുവും നന്ദുവും മന്ത്രി ഗണേഷ് കുമാറും. തലസ്ഥാന നഗരി ചുറ്റിയുള്ള യാത്രയിലുടനീളം പറയാനുണ്ടായിരുന്നത് പഴയ ആനവണ്ടി കഥകൾ. ബസ്സിലിരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകനും നടനുമായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഇവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്. ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളം തോന്നി 100 രൂപ കൊടുക്കും. ഈ 100 രൂപ കൊണ്ട് മാറി നിന്ന് ബാക്കിയൊക്കെ മാറി വരുമ്പോൾ ഇവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ മോഹൻലാലിനൊപ്പമുള്ള KSRTC യാത്രകളിൽ വാചാലനായി പ്രിയദർശൻ. എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും, അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അത് അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ആ പ്രായത്തിൻ്റെ കുറേ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, 2 ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി. മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്ങായി. ഒറ്റ വണ്ടിയേ ഉള്ളൂ സ്റ്റുഡൻസ് വഴി. മുളയിലെ KSRTC നുള്ളിയ തന്റെ പ്രണയത്തെപ്പറ്റിയായിരുന്നു മണിയൻപിള്ള രാജുവിന് പറയാനുണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസമുണ്ട്. അതിലൊരു പെൺകുട്ടിയെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ബാക്കിൽ വരുമോ, അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അപ്പോൾ അതുവരെ സൈക്കിൾ വരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തതിൻ്റെ പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്ത്, ഇടയ്ക്ക് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോൾ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ച്. അയാൾ ആ വേദന സഹിക്കാൻ വേദന ഈ പെണ്ണുങ്ങളുടെ മുമ്പ് എന്നെ ഉടുപ്പ് തുമ്പിച്ചിട്ട് കവാലക്കുറ്റിക്ക് 2 അടി അടിച്ചതും അറിഞ്ഞതും ഞാൻ സഹിച്ച്. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാണ്. ഈ അടി കഴിഞ്ഞിട്ട് അയാൾ എന്നെ സൈക്കിളിൻ്റെ 2 ട്യൂബ് ഇറക്കി വിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്കി വിളികൾ മുഴുവൻ വിളിച്ച്. അതെല്ലാ പെണ്ണുങ്ങൾ കേൾക്കുന്നത്. സൈക്കിളിന് 2 കാറ്റും തന്നിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞപ്പോൾ ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ മേഘനാഥൻ എത്തി നോക്കുന്നു. അച്ഛൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നോക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ടാണ്. അയാൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാ ഫുൾ രക്ഷപ്പെടുന്ന അടി വാങ്ങിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അടി കൊടുത്ത് സൈക്കിളിൻ്റെ കാറ്റ് ഊരി വിട്ടു. അങ്ങനെ എന്നെ KSRTC ചതിച്ചിട്ടേ ഉള്ളൂ. KSRTCയുടെ ഏറ്റവും പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ്, കനകക്കുന്നിൽ നടക്കുന്ന എക്സ്പോ എന്നീ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഗതാഗത വകുപ്പ് ഓർമ്മ എക്സ്പ്രസ് യാത്ര നടത്തിയത്. കവടിയാറിന് മുന്നിൽ നിന്ന് കയറിയ സുഹൃത്തുക്കൾ നിയമസഭാ സ്റ്റോപ്പിൽ ഇറങ്ങിയെങ്കിലും ഓർമ്മ എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.